ഉറക്കമില്ലാത്ത രാത്രികൾക്ക്, ഭയന്നു വിറച്ച പകലുകൾക്ക്, വിയർപ്പൊഴുക്കി നട്ടുനനച്ച സ്വപ്നങ്ങൾ, കൺമുന്നിൽ വന്യമൃഗങ്ങൾ ചവിട്ടിമെതിക്കുന്നത് കണ്ട് നിസ്സഹായരായി നിന്ന ലക്ഷക്കണക്കിന് മലയോര കർഷകർക്ക് ഒടുവിൽ മോചനം. പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ദുരിതക്കയത്തിൽ നിന്ന് സ്വന്തം ജനതയെ കൈപിടിച്ചുയർത്താൻ പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവരുന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ 2025 കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ്. കൃഷിയിടം നശിപ്പിക്കുകയും മനുഷ്യജീവന് ഭീഷണിയാവുകയും ചെയ്യുന്ന അപകടകാരികളായ വന്യമൃഗങ്ങളെ ഉപാധികളോടെ നേരിടാൻ കർഷകന് അധികാരം നൽകുന്ന ഈ ബിൽ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിയമങ്ങൾക്കും മുതലക്കണ്ണീരൊഴുക്കുന്ന പ്രതിപക്ഷത്തിനു മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഏതറ്റം വരെയും പോകുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ജനകീയ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. ഈ നിയമത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ മലയോരത്തിന്റെ മണ്ണിലിറങ്ങണം. അവിടുത്തെ കർഷകന്റെ നെഞ്ചിലെ തീ അറിയണം. 2020 മുതൽ 2024 വരെ മാത്രം 420 മനുഷ്യജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത്. 4527 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് ജില്ലയിൽ മാത്രം 101 പേർ മരിച്ചു. രാത്രിയായാൽ ഉറക്കമില്ലാതെ കൃഷിയിടത്തിൽ കാവലിരിക്കുന്ന സ്വന്തം മക്കളെ സ്കൂളിൽ വിടാൻ പോലും ഭയപ്പെടുന്ന ഒരു ജനതയുടെ ശബ്ദമാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ മുഴങ്ങാൻ പോകുന്നത്. കാട്ടുപന്നി, ആന, കടുവ, കുരങ്ങ് തുടങ്ങിയ വന്യജീവികൾ കൃഷിയിടം നശിപ്പിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന കാലത്തിന് ഇനി നിയമം അന്ത്യം കുറിക്കും. നിലവിലെ 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം തികച്ചും അപ്രായോഗികമാണ്. ഒരു വന്യജീവി ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിക്കായി കാത്തിരിക്കണം. ഈ കാലതാമസം പലപ്പോഴും കൂടുതൽ നാശനഷ്ടങ്ങൾക്കും ജീവഹാനിക്കും ഇടയാകുന്നതാണ്. ഈ ചുവപ്പ് നാടയുടെ കുരുക്കഴിക്കുകയാണ് പുതിയ ഭേദഗതിയിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന മൃഗങ്ങളെ വെടിവെക്കാൻ ഉത്തരവിടുന്ന അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്ന് താഴെത്തട്ടിലുള്ള ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് നൽകുന്നു. ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സഹായിക്കും. കർഷകരുടെ ഏറ്റവും വലിയ ശത്രുവായ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്നതും നിലവിൽ ഈ അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം പലതവണ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിലാണ് സംസ്ഥാനം ഈ ധീരമായ നിലപാട് സ്വീകരിക്കുന്നത്. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ നിയന്ത്രിതമായി ഇവയെ വേട്ടയാടാനും മാംസം ഉപയോഗിക്കാനും സാധിക്കും. നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്ന കുരങ്ങുകളെ ഷെഡ്യൂൾ 1 നിന്ന് ഷെഡ്യൂൾ 2 മാറ്റാൻ ഈ ബിൽ നിർദ്ദേശിക്കുന്നു. ഇതോടെ ഇവയെ പിടികൂടാനും മാറ്റി പാർപ്പിക്കാനും എളുപ്പമാകും. ജനവാസ മേഖലയിലിറങ്ങി മനുഷ്യനെ ആക്രമിക്കുന്ന ഏത് വന്യജീവിയെയും ഉടനടി വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതോടുകൂടി ജില്ലാ കളക്ടർക്കോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കോ റിപ്പോർട്ട് നൽകിയാൽ ഉടനടി നടപടി ഉണ്ടാകും. വർഷങ്ങളായി കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ. കർഷകരുടെ വേദന മനസ്സിലാക്കാതെ ഡൽഹിയിലെ AC മുറിയിലിരുന്ന് നിയമങ്ങൾ നിർമ്മിക്കുന്നവർക്ക് മലയോരത്തെ കണ്ണീരിന്റെ ഉപ്പുരസം അറിയില്ല. കേരളം പലതവണ അഭ്യർത്ഥിച്ചിട്ടും നിയമങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ കേന്ദ്രം തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം കേന്ദ്ര നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ മുന്നോട്ടിറങ്ങുന്നത്. എന്നാൽ ഈ ജനകീയ മുന്നേറ്റത്തെ തുരങ്കം വെക്കാനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം ശ്രമിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് കർഷകർക്കായി മുതലക്കണ്ണീരൊഴുക്കുകയും സർക്കാർ അവർക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി അറിയുന്നതാണ്. പരിസ്ഥിതി സ്നേഹത്തിന്റെ പേരിൽ അവർ ഉയർത്തുന്ന വാദങ്ങൾ ജീവിക്കാൻ പാടുപെടുന്ന ഒരു ജനതയോടുള്ള വെല്ലുവിളിയാണ്. ഈ നിയമ ഭേദഗതി കേവലം ഒരു ബില്ലല്ല, മറിച്ച് മലയോര ജനതയ്ക്ക് ഈ സർക്കാർ നൽകുന്ന ഒരു ഉറപ്പാണ്. നിങ്ങളുടെ വിയർപ്പിനും കണ്ണീരിനും വിലയുണ്ടെന്നും നിങ്ങളുടെ ജീവന് കാവലായി ഈ സർക്കാർ ഒപ്പമുണ്ടെന്നുമുള്ള ഉറപ്പ്. വനം സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരു സംശയവുമില്ല. എന്നാൽ വനസംരക്ഷണത്തിന്റെ പേരിൽ മനുഷ്യനെ ബലി കൊടുക്കാൻ തയ്യാറല്ല. വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കി അവ നാട്ടിലിറങ്ങുന്നത് തടയാനുള്ള ക്രിയാത്മകമായ പദ്ധതികളും സർക്കാർ നടപ്പാക്കുന്നുണ്ട്. ഈ സന്തുലിതമായ കാഴ്ചപ്പാടാണ് സർക്കാരിനെ നയിക്കുന്നത്. വിമർശനങ്ങളെയും എതിർപ്പുകളെയും ഭയന്ന ജനങ്ങളെ കൈവിടുന്നതല്ല ഇടതുപക്ഷം. നിയമസഭയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഈ നിയമനിർമ്മാണം കേരളത്തിലെ മലയോര കർഷകർക്കും സാധാരണക്കാർക്കും സമർപ്പിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. ഇത് അവരുടെ അതിജീവന പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ ആയുധമായി മാറും.